ഓക്കെ ഗൈസ്, ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ ഇന്നലെ നമ്മൾ IPL കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും മത്സരത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരും കണ്ടില്ല, കുറച്ച് വ്യൂസേ വന്നുള്ളൂ. അപ്പം ഇനി IPL വീഡിയോസ് വലുതായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് അനന്തു എന്ന് കമൻറ്റ് ചെയ്തായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കാണ് കളി സ്കോർ എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ഫസ്റ്റ് ഇന്നിങ്സ് കുറച്ച് കണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് തിരക്ക് കാരണം വീട്ടിലില്ലാത്തതുകൊണ്ട് കളി കാണാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അനന്തു ആ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ വീണ്ടും പോയി കളി കണ്ടപ്പോഴത്തേക്കും സെക്കൻഡ് ഇന്നിങ്സ് ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ അച്ഛനായിട്ട് വരും. ആ ഒരു ലെവലിലാണ് സെക്കൻഡ് ഇന്നിങ്സ് ചെയ്ത് വെച്ചേക്കണത്. ഹെഡും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും കൂടെ പഞ്ചാബ് കിങ്സിനെ പഞ്ഞിക്കിടുകയായിരുന്നു ലിറ്ററലി. അപ്പോൾ ആ ഒരു അടിപൊളി മത്സരമായിരുന്നു. ഞാൻ പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രണ്ടുപേരും വിക്കറ്റായിരുന്നു. ഹെഡ് ആദ്യം വിക്കറ്റായി, ഞാൻ കളി ഇട്ട സമയത്ത് തന്നെ ഹെഡ് വിക്കറ്റായി. അതിനുശേഷം 141 റൺ അടിച്ചിട്ട് അഭിഷേക് ശർമ്മയും വിക്കറ്റായി. സോ ഒരു അടിപൊളി കളിയാണ്. ലാസ്റ്റ് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് സമയത്ത് ലാസ്റ്റ് സ്റ്റോണിക്സ് നിന്നിട്ട് ഒരു 4 സിക്സ് തുടരെ മുഹമ്മദ് ഷമിയെ എടുത്ത് അലക്കി വിട്ടായിരുന്നു. 11 ബോളിൽ 34 റണ്ണാണ് അടിച്ചത്. 4 സിക്സും ഒരു 4ഉം അടിച്ചിട്ട് ആണ് ആ ഒരു ഇന്നിങ്സ് മതിയാക്കിയത്. അവർ ടോട്ടൽ 245 റൺസായിരുന്നു ചേസിങ് സ്കോറായിട്ട് വെച്ചത് അവിടെ. പക്ഷേ 246 റൺസ്, 245 അവർ എടുത്തു, 246 റൺസ് ചേസിങ് സ്കോറായിട്ട് അവിടെ വെച്ചു. സെക്കൻഡ് ഇന്നിങ്സിനകത്ത് ഫസ്റ്റ് ബാറ്റിംഗ് തുടങ്ങിയ സമയം മുതലേ അടിയോടടിയാണ്. അഭിഷേക് ശർമ്മ എനിക്ക് തോന്നുന്നു എല്ലാ കളിയിലും മറ്റേ പോക്കറ്റിനകത്ത് മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരുമെന്ന് തോന്നുന്നു. ദിസ് ഈസ് ഫോർ ഓറഞ്ച് ആർമി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു സംഭവം 100 അടിച്ചപ്പോഴത്തേക്കും അതിനെയൊക്കെ പൊക്കി കാണിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ കളിയിലും ഇട്ടുകൊണ്ട് വരും. ഏതിലാണോ സെഞ്ചുറി അടിക്കുന്നത് അതിനകത്തെടുത്ത് കാണിക്കാനുള്ള സെറ്റപ്പായിരിക്കും. അതോ ഇന്നത്തെ കളിയിൽ അടിച്ചേ തീരൂ എന്ന് പറഞ്ഞിട്ട് വന്നതാണോന്നറിയില്ല. എന്തായാലും ഒരു മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. അടിവാരത്തിൽ കിടക്കുന്ന സൺറൈസേഴ്സ് എനിക്ക് തോന്നുന്നു റാങ്ക് ഏറ്റവും താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത്. പോയിന്റ്സ് ടേബിളിൽ ഏറ്റവും താഴെയാണ് സൺറൈസേഴ്സ് ഉള്ളത്. കാവ്യമാരൻ ഒരു സൈഡ്, മറ്റേ സൈഡ് പ്രീതി സിൻഡ, എല്ലാവരും കൂടെ എന്ന് ഒരു 2 സ്ത്രീകൾ നയിക്കുന്ന ഒരു ടീമാണ്. പഞ്ചാബ് കിങ്സിനാണെങ്കിലും അതുപോലെ തന്നെ സൺറൈസേഴ്സിനാണെങ്കിലും 2 ലേഡീസാണ് അവരുടെ ഫ്രാഞ്ചൈസി ഉടമയായിട്ട് വരുന്നത്. അപ്പോൾ 2 ലേഡീസാണ്. അപ്പോൾ അവരുടെ ടീം 2 ലേഡീസിൻ്റെ ടീമുകൾ തമ്മിൽ കളിക്കുമ്പോഴത്തേക്കും ആ മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിട്ട് നോക്കുകയാണെങ്കിൽ പറയാം. അതും ആദ്യത്തെ ഇന്നിങ്സിനകത്ത് 245 എന്ന് പറയുന്നൊരു വലിയൊരു സ്കോർ ഉയർത്തുന്നു. അപ്പോൾ ഇതാണ് സ്കോർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ശ്രേയാസ് അയ്യറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കിടിലം ബാറ്ററാണ്, അതുപോലെ തന്നെ കിടിലം ക്യാപ്റ്റൻസിയാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഇപ്പം പഞ്ചാബിനെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തൊരു ടീമായിരുന്നു. എന്താണെന്നറിയില്ല, ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ടീമാണ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ സീസണിൽ എനിക്ക് പഞ്ചാബിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ശ്രേയാസ് അയ്യർ അതിനകത്തുള്ളതുകൊണ്ടാണ് ക്യാപ്റ്റനായിട്ട്. മികച്ചൊരു ഫോമിലാണ് ശ്രേയാസ് അയ്യർ ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മികച്ച ആ ഒരു ഫോം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് ശ്രേയാസ് അയ്യർ കളിക്കുന്നത്. ക്യാപ്റ്റനായിട്ട് നല്ല മികച്ചൊരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ലൊരു സ്കോറാണ്. 82 റൺ എടുത്തായിരുന്നു 36 ബോളിൽ. 6 സിക്സും 6 4ഉമാണ് ശ്രേയാസ് അയ്യർ എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് 227.78 അപ്പോൾ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടാണ്, നല്ലൊരു സ്കോർ പടുത്തുയർത്തിയിട്ടാണ്, ഇതാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്കോർ പടുത്തുയർത്തിയിട്ട് സേഫായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. പക്ഷേ ഹെഡും അഭിഷേക് ശർമ്മയും കൂടെ ഇതാണ് പഴയ ആ ഒരു ഹൈദരാബാദ് സൺറൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ സൺറൈസേഴ്സ് അതേപടി തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു മികച്ചൊരു ഇന്നിങ്സ് അവിടെ കാണിക്കുകയായിരുന്നു. അടിയുടെ വെടിപൂരം എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചാബ് സൺറൈസേഴ്സിനെ നോക്കുകയാണെങ്കിൽ 37 ബോളിൽ 66 റൺസാണ് ഹെഡ് എടുത്തിട്ടുള്ളത്. 3 സിക്സും അതുപോലെ തന്നെ 9 4ഉമാണ് ഹെഡ് അടിച്ചത്. സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് 178.38. അഭിഷേക് ശർമ്മയാണെങ്കിൽ 55 ബോളിലാണ് 141 റൺ എടുത്തത്. 10 സിക്സും 14 4ഉമാണ് ഈ ഒരു ഇന്നിങ്സിൽ അഭിഷേക് ശർമ്മ നേടിയത്. 256.36 ആണ് സ്ട്രൈക്ക് റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന ക്ലാസ്സിനാണെങ്കിലും 14 ബോളിൽ 21 റൺ നേടി ഒരു വിജയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇഷാൻ കിഷനും 6 ബോളിൽ 9 റൺ നേടിയായിരുന്നു. അപ്പോൾ സൺറൈസേഴ്സ് വീണ്ടും താഴെ നിന്ന് മുകളിലോട്ട് കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കളി കൂടെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് അടിവാരം നിലനിർത്തും, അടിവാരത്തേക്ക് പോകും. ഏറ്റവും താഴെ പോകാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കും.
കാരണം റൺ റേറ്റിലും സൺറൈസേഴ്സ് ഒരുപാട് മുകളിൽ പോകേണ്ട പോസിബിലിറ്റീസ് ഇന്നത്തെ മത്സരത്തോടെ ഉണ്ട്. ഞാൻ പോയിൻറ്റ്സ് ടേബിൾ നോക്കാം. പോയിൻറ്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 4 കളിയും ജയിച്ച് നിൽക്കുന്നു, 8 പോയിൻ്റാണുള്ളത്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 6 മാച്ചിൽ 4 മാച്ച് ജയിച്ച് 2 തോറ്റ് 8 പോയിൻ്റായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പുണ്ട്. മൂന്നാം സ്ഥാനത്ത് LSG ആണുള്ളത്. ലക്നൗവിൻ്റെ മാച്ച് 6 മാച്ചാണ് ഇതുവരെയും കളിച്ചത്. അതിനകത്ത് 4 ജയിച്ചു 2 തോറ്റു 8 പോയിൻ്റായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ 4-ാം സ്ഥാനത്ത് KKR ആണുള്ളത്. 6 കളി കളിച്ചതിൽ 3 ജയിച്ചു 3 തോറ്റു 6 പോയിൻ്റായിട്ട് 4-ാം സ്ഥാനത്താണുള്ളത്. 5-ാം സ്ഥാനത്തുള്ളത് RCB ആണ്. RCB 5 കളിയിൽ 3 ജയിച്ചു 2 തോറ്റു 6 പോയിൻ്റായിട്ട് 5-ാം സ്ഥാനത്തുണ്ട്. 6-ാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് ഉള്ളത്. 5 കളിയിൽ 3 ജയിച്ചു 2 തോറ്റു 6 പോയിൻ്റുണ്ട്. 7-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. 5 കളിയിൽ 2 ജയിച്ചു 3 തോറ്റു 4 പോയിൻ്റാണ് രാജസ്ഥാനുള്ളത്. 8-ാം സ്ഥാനത്ത് ഇപ്പോൾ സൺറൈസേഴ്സ് 10-ൽ കടന്ന സൺറൈസേഴ്സ് ഇപ്പോൾ 8-ാം സ്ഥാനത്തായിരിക്കുകയാണ്. 6 കളിയിൽ 2 ജയിച്ചു 4 തോറ്റു 4 പോയിൻ്റായിട്ട് ഇപ്പം 8-ാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. 10-ൽ നിന്ന് 8-ലോട്ട്. 9-ാം സ്ഥാനത്ത് IPLൻ്റെ 5 കിരീടം ഉള്ള നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആണ്. 5 കളിയിൽ 1 ജയിച്ചു 4 തോറ്റു 2 പോയിൻ്റ്. 10-ാം സ്ഥാനത്ത് CSK ആണ്. അതേ 5 കിരീടമുള്ള CSK 6 മത്സരത്തിൽ 1 മാത്രം ജയിച്ച് 5 തോറ്റ് 2 പോയിൻ്റുമായിട്ട് ഏറ്റവും താഴെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് IPL 2025 പോയിൻറ്റ്സ് ടേബിൾ എന്ന് പറയുന്നത്, ഇതുവരെയുള്ള പോയിൻറ്റ്സ് ടേബിൾ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇന്നത്തെ മത്സരം നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട അതേ ഒരു ഹൈദരാബാദ് സൺറൈസേഴ്സിൻ്റെ അതേ ഒരു എനർജി ഇപ്പോൾ തിരിച്ചു വന്ന ഒരു ഫീലാണ് നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു കളിയിൽ കാണാൻ സാധിച്ചത്. വളരെ മികച്ച രണ്ട് ഇന്നിങ്സും നമുക്ക് ഒരേപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആരാധകരെല്ലാം ഭയങ്കര ക്രൗഡായിട്ട് ആ ഒരു ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടൊക്കെ നിന്നൊരു മത്സരം, ഫുള്ളായിട്ട് കൊടുത്ത പൈസയ്ക്ക് മുതലാവുന്നൊരു മത്സരം. സോ വളരെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഈ ഒരു മത്സരം കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ IPL സീസണിൽ ആരായിരിക്കും ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു ടീമിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. നാളത്തെ മത്സരം, നാളെ ഇനിയിപ്പോൾ 2 മത്സരങ്ങളുള്ളത്. നാളത്തെ മത്സരം രാജസ്ഥാൻ റോയൽസും RCB ആയിട്ടാണ് ആദ്യത്തെ മത്സരം വരുന്നത്. രണ്ടാമത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും ആണ്. അപ്പോൾ ഇതിലാര് ജയിക്കും എന്നതുകൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളത്തെ മത്സരം നിങ്ങൾ ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സൺഡേ ആണ്, 2 മത്സരമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും IPL വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ബൈ.